ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ മൊറോക്കോ ട്രിപ്പ് പാർട്ട് 2. ഞങ്ങളങ്ങനെ റെഡിയായി അഗാഫെ ഡെസേർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള വാൻ 3 മണിക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ട് സ്ട്രീറ്റിലൂടെയൊക്കെ നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇച്ചായനും സുർജിനെയും കാണുന്നില്ല ഗൈസ്. അവരന്വേഷിച്ച് നടന്ന് ഞങ്ങൾ ലാസ്റ്റ് വിളിച്ചു നോക്കിയപ്പോൾ അവർ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പിലുണ്ട്, എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ കുറച്ച് നേരം ഇതിലൂടെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വാനിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. നല്ല വെയിലും ചൂടുമാണ് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡ്സിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വെതറായിട്ട് നമുക്ക് ഫീലും ചെയ്യും. ഇവിടെ വരുന്നവർ ഉറപ്പായും കയ്യിൽ സൺസ്ക്രീൻ കരുതണം, അല്ലെങ്കിൽ പണി കിട്ടും. UK വെതറിൽ നിന്ന് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ വെതർ. സോ ഞങ്ങൾക്ക് നല്ലോണം ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞ ടൈമിൽ അങ്ങനെ വാൻ എത്തി. സോ ഞങ്ങളെല്ലാവരും ബോർഡ് ചെയ്ത് അഗാഫെ ഡെസേർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അഗാഫെ ഡെസേർട്ടിലേക്ക് പോകുന്ന ഈ വഴിയിൽ അറ്റ്ലസ് മൗണ്ടെയിൻ വിസിബിൾ ആയിരുന്നു. ആ ദൂരെ കാണുന്ന മഞ്ഞ് പൊതിച്ച് കിടക്കുന്ന പർവ്വതങ്ങളാണ് അറ്റ്ലസ് മൗണ്ടെയിൻ. ഈ ജേണിക്കിടയിൽ നമുക്കൊരു 15 മിനിറ്റ്സ് ബ്രേക്ക് കിട്ടി റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ ഇന്നത്തെ ജേർണിയുടെ ഡെസ്റ്റിനേഷനായ അഗാഫെ ഡെസേർട്ടിലെത്തി. അപ്പോൾ അവിടെ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ നിന്നിരുന്നത് ഈ ബേബി ക്യാമലാണ്. എന്ത് ക്യൂട്ടാണല്ലേ കാണാൻ. നമ്മുടെ ടൂറിൻ്റെ ഗൈഡ് എല്ലാവരോടും പൂൾ ഏരിയയിലേക്ക് ചെന്ന് നിൽക്കാൻ പറഞ്ഞിരുന്നു. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ ഇത്രയും വലിയ പൂൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പൂൾ ഡ്രസ്സും കൂടെ കയ്യിൽ കരുതാമായിരുന്നു. ബട്ട് അത് അറിഞ്ഞില്ല. പൂളിൽ ഇറങ്ങുന്നതിന് എക്സ്ട്രാ ചെറിയൊരു പേയ്മെൻറ്റും ഉണ്ട്. അഗാഫെ ഡെസേർട്ടിലുള്ള വൺ ഓഫ് ദ മെയിൻ ആക്ടിവിറ്റി ആയ ക്യാമൽ റൈഡാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ക്യാമൽ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ എല്ലാവരും എത്തി ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനും റിച്ചും ക്യാമലിൻ്റെ മേളിൽ കയറുന്നത്. ഇത് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു ക്യാമൽ റൈഡ്. ക്യാമലിൻ്റെ മേളിൽ കയറിയപ്പോൾ ആക്ച്വലി ഞങ്ങൾ എല്ലാവരും നെർവസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കും റിച്ചുനും നല്ല പേടിയുണ്ടായിരുന്നു. ശരിക്കും ക്യാമല് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുമ്പോഴും ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്. ശരിക്കും പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ താഴെ പോകും. അങ്ങനെ ഞങ്ങളുടെ ജേണി കഴിഞ്ഞപ്പോൾ ഒട്ടകങ്ങൾ പിന്നെ അടുത്ത ടീമായിട്ട് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ക്യാമൽ റൈഡിന് ശേഷം
അഗാഫെ ഡെസേർട്ടിലുള്ള രണ്ടാമത്തെ ആക്ടിവിറ്റിയായ ക്വാഡ് ബൈക്കിങ്ങിനാണ് ഞങ്ങളിത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ക്വാഡ് ബൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റമാണ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്തു. ഓരോരുത്തരായി ഹെൽമെറ്റൊക്കെ വച്ച് പതിയെ പതിയെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. We are going to ride the quad bikes, man. ക്വാഡ് ബൈക്കിൽ നമുക്ക് 2 സീറ്റ്സ് ഉണ്ട്. സോ നമുക്ക് കോ പാസഞ്ചറിനെ വെച്ച് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ക്വാഡ് ബൈക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഗൈസ്. ആ സണ്ണിനെ നമ്മൾ ചേസ് ചെയ്ത് പോകുന്ന പോലെ നമുക്കൊരു പ്രത്യേക ഫീലായിരുന്നു അതിലൂടെ ക്വാഡ് ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ശരിക്കും എൻജോയ് ചെയ്താണ് ഞങ്ങൾ വണ്ടി ഓടിച്ചത്. ഞങ്ങൾ ക്വാഡ് ബൈക്ക് റൈഡ് ചെയ്തൊരു പോയിന്റ് എത്തിയപ്പോൾ സൺസെറ്റ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ജേണി സ്റ്റാർട്ട് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ റിച്ചുവിനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി റിച്ചുവാണ് കുറച്ചു നേരം ക്വാഡ് ബൈക്ക് ഓടിച്ചത്. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് അഗാഫെ ഡെസേർട്ട് ക്യാമ്പ്. നമുക്കിന്ന് ഇവിടെയാണ് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഹാളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സീറ്റിൽ ഞങ്ങളെല്ലാവരും വന്നിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ പോളണ്ടിൽ നിന്നും അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും ഓസ്ട്രിയയിൽ നിന്നും ആളുകൾ ഉണ്ടായിരുന്നു. അറ്റ്ലാസ് ഫുഡ് വന്നു. സ്റ്റാർട്ടറായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തത് വെജിറ്റബിൾ സൂപ്പാണ്. ഉപ്പില്ലായിരുന്നെങ്കിലും കുറച്ച് ഉപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ സംഗതി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റിനോട്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ കോഴ്സായ ടാജിൻ വന്നു. മൊറോക്കൻ ടാജിനാണ് മൊറോക്കോയിലെ ട്രഡീഷണൽ നോർത്ത് ആഫ്രിക്കൻ ഫുഡ്. മൊറോക്കോയിൽ വരുന്ന ഏതൊരു ടൂറിസ്റ്റുകളും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ് ടാജിൻ. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫയർ ഡാൻസ് കാണാൻ വന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു കൈപ്പൻസ് വ്ലോഗിലെ രാജേഷ് ഏട്ടനും ഫാമിലി. ഒട്ടും ജാടയില്ലാത്ത നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആയിരുന്നു. അങ്ങനെ ഫയർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു.
ശരിക്കും ഇന്നത്തെ ഈ ഡേയും അതുപോലെ തന്നെ ക്വാഡ് ബൈക്കിംഗ് എക്സ്പീരിയൻസും ക്യാമൽ റൈഡിങ്ങും എല്ലാം അൺഫോർഗറ്റബിൾ ആയിരുന്നു. അതൊരിക്കലും മറക്കില്ല.